welcome back to my channel. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും ശരവണ ഭവൻ സ്പെഷ്യൽ വെജിറ്റബിൾ കുറുമയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അറിയാലോ ശരവണ ഭവൻ കുറുമ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എക്സാക്ട്ലി നമുക്ക് ആ ഒരു ടേസ്റ്റിലുള്ള ശരവണ ഭവൻ സ്റ്റൈലുള്ള വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറിൽ വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു അല്ലെങ്കിൽ ഒരു അരക്കപ്പ് ക്യാരറ്റ്, ഒരു അരക്കപ്പ് ഉരുളക്കിഴങ്ങ്, ഒരു അരക്കപ്പ് ഗ്രീൻ എന്താ പറയുക നമ്മുടെ ബീൻസ്, പിന്നെ പീസ് പച്ചപ്പട്ടാണി അത് ഫ്രോസൺ ആണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ ഒരു 1/2 ടീസ്പൂൺ വരണ വരെ ഒരു മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു 2 വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പ്രഷർ കുക്കറിലാവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തേങ്ങ അരച്ചിട്ടുള്ള മസാലയാണ് നമ്മളെപ്പോഴും കുറുമയ്ക്ക് ചെയ്യുക. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ശരിക്കും ഒരു 1-2 വിസിൽ എന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തേങ്ങയുടെ അരപ്പ് അരയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ അളവ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അരക്കപ്പിന് കുറച്ച് കുറവ് വരും. അപ്പോൾ ഇത്രയും തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു 5-6 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കസ്കസാണ്, പോപ്പി സീഡ്സ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും കുറുമയ്ക്ക് നമ്മളിത് ആഡ് ചെയ്യാറുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ച ശേഷം കാണിച്ചു തരാം. നമ്മൾ കുക്കർ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇത് അരച്ച ശേഷം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം കുറച്ച് വെച്ചോളൂ കേട്ടോ. നല്ലോണം പാൻ ചൂടായി ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ എണ്ണയുടെ അളവ് കുറയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2-3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഒന്ന് മൊരിയട്ടെ. ഒരു 2 ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, അതുമാതിരി ഒരു വഴനയില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു 3 പച്ചമുളക് അരിഞ്ഞതുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒന്നിനെ 2ആക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. തിളയ്ക്കുന്നുണ്ട്, കുറച്ച് മാറി ഇന്ന് ചെയ്യുന്നതാണ് നല്ലത്. അതൊന്ന് മൊരിയട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചൊക്കെ താഴെ പോയി നമുക്കത് പെറുക്കിയെടുക്കാം. നമുക്കൊന്ന് ഇളക്കാം. ഇതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ സവാള ഇങ്ങനെ സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിലേക്ക് ഏറ്റവും നല്ലത് ശരവണ ഭവൻ സ്റ്റൈൽ വരണമെങ്കിൽ പേസ്റ്റാണ് ഏറ്റവും നല്ലത്. നമ്മൾക്ക് കുറച്ചായിട്ട് ഇട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഇടികളിലിട്ടിട്ട് ഒന്ന് കശക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഞാനൊരു 6 അല്ലി വെളുത്തുള്ളിയും, കുറച്ച് വലുതാണ് അതുകൊണ്ട് ഒരു 6 അല്ലി എടുത്തു. അതേമാതിരി ഒരു വലിയൊരു കഷ്ണം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും പൊടിയായി അരിഞ്ഞിട്ട് ഞാൻ ഈ ഇടികളിലിട്ടിട്ട് ഒന്ന് ചതച്ചതാണ്. എല്ലാം ഒന്നും ചതഞ്ഞിട്ടില്ല, എന്നാൽ പേസ്റ്റ് ആണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇതിൻ്റെ പച്ചമണമൊക്കെ പോകണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതൊന്നും ആവട്ടെ. എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി. അതിൻ്റെ കൂടെ തന്നെ സവാള നന്നായിട്ടൊന്ന് വരുന്നതാണ്. ഈ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടോളൂ. ഒരു ബേ ലീഫ് രക്ഷപ്പെട്ട് ചാടിപ്പോയി, ചാടിപ്പോകാൻ സമ്മതിച്ചില്ല. ഞാൻ 2 ഇട്ടിട്ടുണ്ട്, കാരണം ഒന്ന് ചെറുതായിരുന്നു അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം.
തക്കാളി ഞാനിവിടെ ഏകദേശം ഒരു 3 മീഡിയം സൈസ് തക്കാളി കുഞ്ഞു കുഞ്ഞായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞ് വരണം, നല്ല സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ കുറച്ച് സമയമാവും. അപ്പോൾ ആവട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇപ്പം ആഡ് ചെയ്യാം. അപ്പം നല്ല ഫ്ലേവർ വരും. ഓക്കെ, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം എന്താ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തുറന്നു. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കണ്ടല്ലേ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസിൽ ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് പോയിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഒഴിച്ച് കൊടുക്കില്ല, ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. എല്ലാം ഒന്ന് സ്പൈസസൊക്കെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട്. കറി ഏകദേശം 1 മിനിറ്റായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാഷ്യൂ നട്ടും കസ്കസും ഒക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചില്ലേ. ഇനിയാണ് നമ്മൾ ശരവണ ഭവൻ സ്പെഷ്യൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ പോണത്. അതാണ് നമ്മുടെ തൈര്. ഒരു 1/4 കപ്പ് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങ അരച്ച ആ ജാറിൽ തന്നെയാണ് കേട്ടോ ആഡ് ചെയ്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാല എല്ലാവിടെയും ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് വേണം. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കഴിഞ്ഞില്ല, ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആയാലേ നമ്മുടെ ഗ്രേവി നല്ല തിക്ക് ആൻഡ് ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. തിക്കല്ല, ഇപ്പോൾ അത്യാവശ്യം തിക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രീമി ആയിട്ട് വരുള്ളൂ. നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ഇനി അടുത്ത സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് പാലാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. കുറച്ച് ചൂടുള്ള പാൽ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്ത് വന്ന ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര ഗ്രേവി തിക്ക് വേണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും കുറച്ച് ഗ്രേവി തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ശേഷം നമുക്ക് സെർവ് ചെയ്യാം മല്ലിയിലിട്ടിട്ട്. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഞാൻ ഫൈനൽ ഒന്ന് ഇളക്കുകയാണ്. ഒന്നുകൂടെ ഇരിക്കും തോറും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ. എനിക്ക് കുറച്ചുകൂടെ അരിയേണ്ടി വന്നു. ഇനി ഞാൻ ഇതിലേക്ക് ഫൈനൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ടൊരു അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് സെർവ് ചെയ്യട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇതവിടെ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്, റെഡി ആയിരിക്കുകയാണ്. ശരവണ ഭവൻ സ്റ്റൈലിലുള്ള വെജിറ്റബിൾ കുറുമയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ബൈ ബൈ.